ഹായ് ഫ്രണ്ട്സ്, മിൻസി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ രാവിലെ ജിമ്മിൽ പോയിട്ട് വന്നു. അപ്പോൾ മുറ്റമൊക്കെ അപ്പടി അഴുക്കായിട്ട് കിടക്കുക. 3-4 ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴയായതുകൊണ്ട് ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നൊന്ന് മുറ്റമൊക്കെ അടിച്ച് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവയുടെ കൂടും കൂടെ ഒന്ന് കഴുകുക കേട്ടോ. അവിടെ കൂടൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം അവൾക്ക് ഫുഡ് കൊടുക്കാനേ. അപ്പം ആ പരിപാടി എനിക്കുള്ള ചില ദിവസം ഞാൻ ചെയ്യും, ചില ദിവസം അപ്പനുണ്ടെങ്കിൽ അപ്പൻ ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകുവാണ്. അപ്പോൾ ഇവനെ ഇറക്കി വിട്ടേക്ക്, അവൾ പിള്ളേരുമായിട്ട് കളിക്കുക കേട്ടോ. എത്ര ദിവസമായി മഴ തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല. ഇന്ന് നിൽക്കും നാളെ നിൽക്കുമെന്ന് വിചാരിച്ചിട്ട് മഴയ്ക്കൊരവസാനമേ ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പം തന്നെ ദേ ഇരുണ്ട് മൂടി വരുന്നുണ്ട്. ഞാൻ മുറ്റം തൂത്ത് കഴിഞ്ഞിട്ട് മഴ പെയ്താൽ മതിയെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നടന്നാൽ മതിയായിരുന്നു. അപ്പോൾ ദേ കൂടൊക്കെ കഴുകി എല്ലാം തുടച്ചു. ഇനി അവിടെ ഫുഡ് കൊടുക്കുക കേട്ടോ. നമുക്ക് ഡോഗ് ഫുഡാണ് രാവിലെ കൊടുക്കുന്നത്. അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുത്തു. അവളെ ചെമ്മൻ ചെയ്താൽ കൂട്ടിനകത്ത് കയറത്തില്ല. അപ്പോൾ ഞാൻ അവളെ അവിടെ വഴിക്ക് വിട്ടിട്ട് അടുത്ത പരിപാടി തുടങ്ങി. ബാക്കിയും കൂടെ തൂത്ത് വാരിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം തന്നെ അവൾ കളിക്കുകയാണ്. പിന്നെ വിശന്നപ്പോഴാണെന്ന് തോന്നുന്നു കൂട്ടിൽ കയറി കഴിക്കുക കേട്ടോ. അവൾക്കാണെങ്കിൽ അവിടെ ചെവി കൊണ്ട് ഒരു രക്ഷയില്ല. അത് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ഡിസ്റ്റർബൻസാണ് കേട്ടോ. ഒരു 10 പ്രാവശ്യമെങ്കിലും ചെവി കുടഞ്ഞിട്ടാണ് അവൾ കഴിക്കണേ. അത് കാണാൻ നല്ല രസമാണ് കേട്ടോ, നല്ല ക്യൂട്ടാണ്. അപ്പോൾ ഞാൻ ഒരുമാതിരിയൊക്കെ ഒന്ന് ഒപ്പിച്ച് തൂത്ത് വാരിയിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡും കൂടെ തൂത്ത് വാരിയാൽ മുറ്റം തൂപ്പ് പരിപാടി തീരും കേട്ടോ. ഒരു മഴക്കാറൊക്കെ വന്നിട്ട് ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മഴ മാറിയെന്ന്, അറിയില്ല. ഇന്നിവിടെയൊക്കെ കോട്ടയം നമ്മുടെ മുനിസിപ്പാലിറ്റിയിലൊക്കെ ഇന്ന് സ്കൂളുകൾക്ക് അവധിയായിരുന്നു കേട്ടോ. പിന്നെ അടുക്കളയുടെ ആ സൈഡ് വന്നു. അപ്പോൾ നോ ഹാപ്പി അവിടെ നുളിഞ്ഞ് നോക്കുന്നുണ്ട്. കാരണം ഞാൻ ഇന്ന് രാവിലെ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പം മോള് കയറിയിട്ടുണ്ട്. അവൾ ബ്രെഡ് ഓംലേറ്റ് ഏതാണ്ടൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ അവരെ ആ വഴിക്ക് അങ്ങ് വിട്ടു. അപ്പോൾ ഒരുമാതിരിയൊക്കെ തൂത്തുകൊണ്ട് വരുക കേട്ടോ. നമ്മുടെ ബാക്കിൻ്റെ സൈഡ്, 2 സൈഡ്, ബാക്ക് എല്ലാം കൂടെ ആകുമ്പോൾ ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ അതെല്ലാം തൂത്ത് വാരിയെടുക്കണമെങ്കിൽ ഒരു ദിവസത്തെ പണിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പോലും ഉണ്ടാക്കാതെ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അപ്പോൾ ഏകദേശം എല്ലാം തൂത്ത് കഴിഞ്ഞു കേട്ടോ. വാരി വല്ലവൻ്റെയും പറമ്പിലേക്കാണ് കളയുന്നതെന്നൊന്നും വിചാരിച്ചേക്കല്ലേ. അതിൻ്റെ ബാക്കിൽ ഒരു കണ്ടമാണ്, കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലം കഴിഞ്ഞ് പിന്നെ ഒരു കണ്ടമാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പുല്ല് പിടിച്ചൊക്കെ കിടക്കും. അപ്പോൾ വേസ്റ്റൊന്നും അല്ലല്ലോ, ഇലയൊക്കെ അല്ലേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടിട്ടെ. അപ്പോൾ അതും കഴിഞ്ഞ് നേരെ കുളിക്കാൻ പോവാം കേട്ടോ. കുളിയും കഴിഞ്ഞ് വന്നു. ഇനി നേരെ അടുക്കളയിലേക്ക് പോകുന്ന. മോള് കരിച്ച് വല്ലാതാക്കി എല്ലാം ഇട്ടിട്ടുണ്ട്. അവിടെ ഇവിടെ എല്ലാ വേസ്റ്റും ഒക്കെ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതവിടെ കിടക്കട്ടെ. തുണി കഴുകാനിടാമെന്ന് വിചാരിച്ചു. തുണി കഴുകാൻ ഇട്ടിട്ട് പോയി പാത്രമൊക്കെ കഴുകാം, അല്ലെങ്കിൽ ഇത് ഞാൻ മറന്നു പോകും. അപ്പോൾ ഇച്ചിരി തെളിച്ചമൊക്കെ ഉണ്ട്. അപ്പം കഴുകി മേളിൽ കൊണ്ടിടാമെങ്കിൽ അത്യാവശ്യം ഒന്ന് ഉണങ്ങിയൊക്കെ കിട്ടുമല്ലോ. അതുകൊണ്ട് തുണി കഴുകാനുള്ളതെല്ലാം വാരി പെറുക്കി ഇടുക കേട്ടോ. അപ്പോൾ പിള്ളേർ കഴിച്ചു. അവർ കഴിച്ചിട്ട് അവർ ടി വിയൊക്കെ കണ്ട് നടക്കുക കേട്ടോ. അപ്പം ഞാൻ എൻ്റെ പരിപാടി നോക്കണം. ഞാൻ ആ പാത്രമെല്ലാം കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ടേ ബാക്കി പരിപാടിയുള്ളൂ. അല്ലെങ്കിൽ എനിക്കിത് തലയ്ക്ക് വട്ട് പിടിക്കാതെ അങ്ങനെ കിടക്കുന്നത് കണ്ട് കഴിയുമ്പോൾ ഒരു മാനസിക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റിയതിന് ശേഷം എൻ്റെ പരിപാടി ഞാൻ തുടങ്ങാൻ പോവാം. ഇന്ന് വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. ഞാൻ ഓട്സ് തന്നെ കാച്ചി കുടിക്കാമെന്ന് വെച്ചു. വേറെ പരിപാടിക്കൊക്കെ പോയി ഇനി ലേറ്റാകും. ഇപ്പം തന്നെ മണി 10 അപ്പോൾ അരിയിട്ടില്ല എന്ന് ഓർത്തെ. കാരണം എല്ലാ ദിവസവും നമ്മൾ വൈകിട്ട് അരി തിളപ്പിച്ച് റൈസ് കുക്കറെ വെച്ചിട്ടാണല്ലോ പിള്ളേർക്ക് കൊടുത്തു വിടുന്നത്. ആ ഒരു ഓർമ്മയിലാണ് ഇന്നലെ ഇരുന്നത്. പക്ഷേ രാവിലെ ഓർത്തില്ല. ഇപ്പോഴാണ് ഓർക്കുന്നത്. എൻ്റെ മഴ വീണ്ടും തുടങ്ങി. ഞാനപ്പോൾ എൻ്റെ ഓട്സൊക്കെ ആയിട്ട് വന്നിരുന്ന് കുറച്ച് നേരം ടി വി കണ്ടു. അത് കുടിച്ചു. പിന്നെ സമയം പോയല്ലോ. പിന്നെ വന്ന് വൻപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അവനെ എല്ലാം കഴുകി വാരി കുക്കറിനകത്ത് വെച്ച് അടച്ച് വേവിക്കാൻ വെച്ചു. പിന്നെ ഇന്ന് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വെക്കുന്നില്ല. ഒരു തക്കാളി ചാറും പിന്നെ ചെമ്മീനുണ്ട്. ചെമ്മീൻ ഇന്നലെ വൈകിട്ടെല്ലാം ഞാൻ
ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവനെ ഒന്നെടുത്ത് ഫ്രൈ ആക്കി എടുക്കണം. ഇടയ്ക്ക് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ചിരണ്ടി എടുത്തു. തേങ്ങ അരച്ചാണ് നമ്മൾ തക്കാളി ചാറ് വെക്കുന്നത്. മഞ്ഞക്കറി, ആ മഞ്ഞപ്പിച്ചിരി മാറാനായിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കും കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ച് മാറ്റി വെച്ചു. തക്കാളിയും വെളുത്തുള്ളിയും സവോളയൊക്കെ അരിയുക കേട്ടോ. അതും കഴിഞ്ഞു. അപ്പോൾ വേഗം കറി വെച്ചേക്കാമെന്ന് വിചാരിച്ച് സമയം പോയി. ഉച്ചയ്ക്ക് കഴിക്കാൻ വരും. അപ്പോൾ അപ്പുറത്തോട്ട് വൻപയറും വെച്ചു. ഇപ്പറേ നമ്മുടെ തക്കാളിക്കുള്ളത് വഴറ്റാൻ പോകുക കേട്ടോ. അപ്പോൾ പരിപാടിയെല്ലാം ചെറുപറാന്ന് നടക്കട്ടെ, കാരണം സമയം പോയി. ഇന്നൊന്ന് ഒത്തിരി ലേറ്റാണ്. നമ്മുടെ തക്കാളിക്കറിയായി, നമ്മുടെ ചെമ്മീൻ ആയിക്കൊണ്ടിരിക്കുന്നു, വൻപയറും ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം വേണ്ടേ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഉച്ചയൂണാട്ടോ. തക്കാളിക്കറിയും ചെമ്മീൻ വറുത്തതും വൻപയറും ഒക്കെ കൂട്ടി ഞാനപ്പോൾ കഴിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെയാട്ടോ. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും വരാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്ബടിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ.